ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ക്ലോസറ്റ് സാധാരണ രീതിയിൽ ഈ ഒരു വാൽവ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതാ വെള്ളം ഇങ്ങനെ ഇതിലൂടെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് മിക്ക ബാത്റൂമുകളിൽ. അപ്പോൾ നമ്മളിത് എപ്പോഴും അടച്ച് വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ഇത് വളരെ പഴയൊരു ക്ലോസറ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ ഒരു ഡോറ്, ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ലിഡ് നമ്മൾ ഓപ്പൺ ചെയ്യും. ഈ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു സംഗതിയാണ് ഇത് ഓപ്പറേഷൻ നടക്കുന്നത്. കണ്ടില്ലേ, നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവും. കണ്ടില്ലേ, ഓപ്പൺ ആവുന്ന സമയത്ത് താഴെ ഒരു വാഷറാണ്. ആ വാഷർ അവിടെ താഴെ ഇങ്ങനെ പ്രസ്സായി നിൽക്കുമ്പോഴാണ് വെള്ളം അവിടെ സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ ആ വാഷർ കാലക്രമേണ റബ്ബർ ആയതുകൊണ്ട് തന്നെ അത് ഹാർഡായിട്ട് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ അമർന്ന് നിൽക്കാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു വെള്ളം നമ്മളിത് ഇങ്ങനെ താഴ്ന്ന് കടന്നാലും വെള്ളം ലീക്കായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വാഷർ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ അഴിച്ചെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ജോയിൻറ്റ് വരുന്നുണ്ട്. ഇതാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇത് നമ്മളിത് മൊത്തത്തിൽ അഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഈ താഴെയുള്ളതായി സിലിണ്ടർ ഭാഗം കണ്ടില്ലേ, ഇതിലിങ്ങനെ പിടിച്ചിട്ട് ഇടത്തോട് തിരിക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നൈസായിട്ട് ഇങ്ങോട്ട് കിട്ടും. കണ്ടോ, ഇത്രയുള്ള സംഭവം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, നേരിട്ട് ആ താഴെ കാണുന്ന ബ്ലാക്ക് കളറ്, കാണാൻ പറ്റുന്നുണ്ടോ, ഈ ബ്ലാക്ക് കളർ വാഷർ ഉണ്ടല്ലേ, ഈ വാഷറാണ് പ്രശ്നക്കാരൻ. അപ്പോൾ ഈ വാഷർ നമുക്കൊന്ന് മാറ്റി വിടും. നേരെ താഴത്തോട്ട് പിന്നെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൂരെ എടുക്കാൻ കിട്ടും. അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് പുതിയ വാഷർ നമുക്ക് ഇടുകയും ചെയ്യാം. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് വാഷർ. ഈ വാഷർ ഞാൻ താഴത്തോട്ട് ഒരു കൈ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഊരിയിട്ട് കാണിച്ചു തരാം. ഇതാണ് വാഷർ. കണ്ടില്ലേ, ഈ വാഷറിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഉണ്ടാവും, അതുപോലെ ഒരു സൈഡ് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇത് നമ്മുടെ പഴയ വാഷറാണ്. ഇത് പുതിയ വാഷറാണ്. ഇതുപോലെ നമുക്ക് വെറും 10-15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വാഷർ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു ഇങ്ങനെ ഒരു വാഷർ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഈ ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗമാണ് താഴത്തോട്ട് വരേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മളെ വാഷർ കയറ്റി വെക്കേണ്ടത്. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഞാനത് ഒന്ന് കയറ്റി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വാഷർ അവിടെ കണ്ടോ എൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കുറച്ചൊന്ന് ബലം കൊടുത്താൽ മതി, സിമ്പിളായിട്ടാണ് കയറി നിന്നോളൂ. അപ്പോൾ ഇങ്ങനെ താഴത്തോട്ട് ചേർത്ത് വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. തിരിച്ച് അതേപോലെ ഫിക്സ് ചെയ്ത് നോക്കാം. അതങ്ങനെ വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് തിരിച്ചത്. ഇനി ഇത് നേരെ വെച്ചിട്ട് ക്ലോക്ക് വൈസ് തിരിക്കാം. കേട്ടോ, ഇതിങ്ങനെ ജസ്റ്റ് ലോക്കാണ്. അപ്പോൾ അവിടെ നിന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ വാൽവ് തുറക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല. നേരത്തെ വാൽവ് തുറന്ന ഉടനെ തന്നെ വെള്ളം നല്ലോണം വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല, വെള്ളം പൂർണ്ണമായിട്ടും നിന്നിട്ടുണ്ട്, ഒരു വിഷയമില്ല. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇനി വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം വരുന്നില്ല. നമ്മുടെ ആ ലീക്കിൻ്റെ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വെറും 15 രൂപ മുടക്കിൽ ഈ സംഭവം ചെയ്യാവുന്നുള്ളൂ. ചില വീടുകളിലൊക്കെ ഇത് വർഷങ്ങളോളമായിട്ട് ഇങ്ങനെ കിടക്കുന്ന വീടുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലംബിംഗ് ഷോപ്പിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ ഒന്ന് ഓർത്താൽ മതി, ഈ ഒരു വാഷർ മേടിക്കുക, സംഗതി ഫിക്സ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.